തക്കാളി, മുരിങ്ങക്ക, ചെമ്മീൻ ഇതെല്ലാം കൂടെ ചേർത്തൊരു തീയലുണ്ടാക്കാം. അതിനായിട്ട് 2 മുരിങ്ങക്ക, 1 തക്കാളി, കുറച്ച് ചെറിയുള്ളി, 1 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 2 മീഡിയം സൈസ് ക്യാപ്സിക്കം എന്നിവ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക് നടുവേ മുറിച്ചതും ചേർത്ത് കൊടുക്കാം. ഉലുവയും മുളകും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം അത്യാവശ്യം വഴന്ന് വന്നിട്ട് നമുക്കിതിലേക്കൊരു 200 ഗ്രാം ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. അരപ്പിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് കറിക്ക് നല്ലൊരു സ്വാദും ഒരു മണവും ഒരു ടേസ്റ്റും ഒക്കെ വരുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ബാക്കി അരപ്പ് വെന്ത് കഴിഞ്ഞിട്ട് ചേർക്കാം. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ ബാക്കി അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. കുടംപുളിയോ വാളംപുളിയോ ഏത് പുളിവെള്ളം വേണേലും ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചാറിന് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. കറി ഒരു 3/4 വേവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചാറിന് വേണ്ട ചൂടുവെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ ചെമ്മീൻ മുരിങ്ങക്ക കറിയുടെ മൈ വേർഷൻ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് വേർഷനുണ്ട്. പല സ്റ്റൈലിൽ പല രീതിയിൽ പല ആൾക്കാരും നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാറുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഗുഡ് ബൈ.